ഹലോ, നമ്മൾ യൂണിറ്റ് 4 ചാപ്റ്റർ 2 എത്തിയിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേരാണ് മൈ നെയിം. ഇതൊരു ചെറിയ സ്റ്റോറിയാണ്. നിങ്ങൾക്കൊക്കെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ പെട്ടെന്ന് തന്നെ എന്താ പറയുന്നതെന്ന് നോക്കാം. Once there was a little fly. ഒരിക്കല് ഒരു ഫ്ലൈ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് ഫ്ലൈ. One day he could not remember his name. ഒരു ദിവസം ഫ്ലൈ അതിന്റെ പേര് മറന്നുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും രാവിലെ എണീക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ പേര് മറന്നുപോയാലോ എങ്ങനെയിരിക്കും എന്ന്? അപ്പൊ നമ്മുടെ ഫ്ലൈയുടെ പേര് മറന്നുപോയി. ഹി ട്രൈഡ് ആൻഡ് ട്രൈഡ് ടു റിമെമ്പർ ഇറ്റ്. അവൻ പിന്നെയും പിന്നെയും ഓർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക. ബട്ട് ഇറ്റ് വാസ് നോ യൂസ്. എത്ര ആലോചിച്ചിട്ടും അതിന്റെ പേരെന്താന്ന് ഓർമ്മ വന്നേയില്ല. He had forgotten his name. He asked Ant, Ant, do you know my name? ഫ്ലൈയുടെ പേര് മറന്നുപോയില്ലേ? നേരെ ഫ്ലൈ ആൻഡിന്റെ അടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, ആൻഡ് ഡു യു നോ മൈ നെയിം? നിനക്ക് എന്റെ പേര് അറിയാമോ? The ant said, I don't know. You may ask the tree I climb. അപ്പൊ ആൻഡ് എന്താ പറയുന്നത്? സോറി ഫ്ലൈ, എനിക്ക് നിന്റെ പേരറിയില്ല. യു മേ ആസ്ക് ദ ട്രീ ഐ ക്ലൈംബ്. ഞാൻ കേറാറുള്ള ഒരു ട്രീ ഇല്ലേ, നീ ചെന്ന് ആ ട്രീയോട് ചോദിക്കൂ. The fly said, Dear tree, do you know my name? അപ്പൊ നമ്മുടെ ഫ്ലൈ മെല്ലെ പറന്ന് പറന്ന് ട്രീയുടെ അടുത്തെത്തി. എന്നിട്ട് ട്രീയോട് ചോദിച്ചു, ഡിയർ ട്രീ, നിനക്ക് എന്റെ പേരറിയാമോ? The tree said, I don't know. You may ask the cow sleeping in my shade. ട്രീയുടെ ഷെയ്ഡില്, ട്രീയുടെ തണലില് ഒരു കൗ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ട്രീ എന്താ പറഞ്ഞേ? ഓ സോറി ഫ്ലൈ, എനിക്ക് നിന്റെ പേരറിയില്ല. എന്റെ ഷെയ്ഡില് ഒരു കൗ ഇരിക്കുന്നുണ്ട്, നീ ആ കൗവിനോട് ചോദിച്ചു നോക്കൂ. The fly went near the cow and asked, Dear cow, do you know my name? അപ്പോ ഫ്ലൈ പറന്ന് പറന്ന് ചെന്ന് കൗവിന്റെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്റെ പേരറിയാമോ? The cow said, I don't know. You may ask the grass I eat. Sorry fly, എനിക്ക് നിന്റെ പേരറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കഴിക്കാറുള്ള ഗ്രാസ്, പുല്ലിന്റെ അടുത്ത് പോയി ചോദിക്കൂ. അപ്പൊ ഫ്ലൈ പറന്ന് പറന്ന് വന്ന് പുല്ലിന്റെ അടുത്തെത്തി. എന്നിട്ടോ, The fly went to the grass and asked, Dear grass, do you know my name? Grass, നിനക്ക് എന്റെ പേരറിയാമോ? The grass said, I don't know. You may ask the leaf fallen on me. അപ്പൊ ഗ്രാസ് പറയാ, സോറി ഫ്ലൈ, എനിക്കും നിന്റെ പേരറിയില്ല. പക്ഷെ എന്റെ മേല് കുറെ ഇലകൾ വീണ് കിടക്കുന്നുണ്ട്, കണ്ടോ, ലീവ്സ്. ഈ ഇലകൾക്ക് ചിലപ്പോ നിന്റെ പേരറിയായിരിക്കും. The fly asked a leaf fallen on the grass. അപ്പോ ഫ്ലൈ ഗ്രാസിൽ വീണ് കിടക്കുന്ന ഒരിലയോട് ചോദിച്ചു, ഡിയർ ലീഫ്, ഡു യു നോ മൈ നെയിം? ലീഫ്, നിനക്ക് എന്റെ പേരറിയാമോ? The leaf was about to answer when the wind blew. അപ്പോ ലീഫ് ആൻസർ ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴാണ് നല്ലൊരു കാറ്റടിച്ചത്. കണ്ടോ, കാറ്റിൽ എല്ലാരും പറന്നുപോയി. The leaf began to fly. Seeing this, the fly remembered his name. അപ്പോ ഇല പെട്ടെന്ന് പറന്ന് മേലോട്ട് പോയി. അപ്പൊ അത് കണ്ടപ്പോ ഫ്ലൈക്ക് തന്റെ പേര് ഓർമ്മ വന്നു. മൈ നെയിം ഇസ് ഫ്ലൈ, മൈ നെയിം ഇസ് ഫ്ലൈ, ഹി സെഡ് ഹാപ്പിലി. ഇല പറക്കുന്നത് കണ്ടപ്പോഴാണ് ഫ്ലൈക്ക് തന്റെ പേര് ഫ്ലൈ എന്നാണ് ഓർമ്മ വന്നത്. നല്ല സ്റ്റോറിയാണല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ഓക്കെ, മുന്നത്തെ ചാപ്റ്റേഴ്സിലൊക്കെ പോലെ ഇവിടെയും കുറച്ച് സൈറ്റ് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വേർഡ് ആണ് ഹിസ്. ഹിസ് എന്ന് പറഞ്ഞാൽ അവന്റെ. ഒരു ബോയിനെ പറ്റി പറയുമ്പോ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു പുരുഷനെ പറ്റി പറയുമ്പോ ഹിസ്, അവന്റെ അല്ലെങ്കിൽ അയാളുടെ എന്നാണ് അതിനർത്ഥം. ഡു യു, ഡു യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്. ഇറ്റ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ പറയുന്ന അതാണ് ഇറ്റ്. മൈ, എന്റെ. വൺ, ഒന്ന്. വെൻ, ഏതെങ്കിലും ഒരു ടൈം, എപ്പോഴാണ്, ഏത് ടൈമാണ്, അങ്ങനെ വെൻ. അബൌട്ട്, എന്തിനെങ്കിലും പറ്റി, അല്ലെങ്കിൽ അബൌട്ട് ടു ലീവ്, ഞാൻ ലീവ് ചെയ്യാൻ പോവായിരുന്നു, അപ്പോൾ
ആ ഒരു നിമിഷത്തെ പറയുന്നതാണ്, അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി പറയുന്നതാണ്. നമുക്ക് ഇതിന്റെയൊക്കെ ഓരോ എക്സാമ്പിൾസ് നോക്കാം. ഹിസ് ഹെയർ ഇസ് യെല്ലോ. കണ്ടോ? ഹിസ് അവന്റെ ഹെയർ യെല്ലോ ആണ്. ഡു യു ലൈക്ക് ഐസ്ക്രീം? ഡു യു നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഇറ്റ് ഈസ് മൈ ബുക്ക്. ഇറ്റ് ഇത് മൈ എന്റെ ഇത് എന്റെ ബുക്കാണ്. ഐ ഹാവ് വൺ ആപ്പിൾ. ഇവിടെ കണ്ടോ? ഒരു ആപ്പിൾ ആണ്. ഐ ഹാവ് വൺ ആപ്പിൾ. വെൻ ഈസ് എ ബർത്ത്ഡേ? നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ്? അതാണ് വെൻ, ടൈം ആണ് ചോദിക്കുന്നത്. വെൻ. വി ടോക്ക് അബൌട്ട് ആനിമൽസ്. നമ്മളിപ്പോൾ ആനിമൽസിനെ പറ്റിയാണ് ടോക്ക് ചെയ്യുന്നത്. അപ്പൊ വി ടോക്ക് അബൌട്ട് ആനിമൽസ്. ഇപ്പോ നമ്മുടെ ചാപ്റ്ററിലുള്ള അബൌട്ടിന്റെ മീനിങ് എന്താണ്? അബൌട്ട് ടു ടെൽ, ഞാൻ പറയാൻ പോവുകയായിരുന്നു. അങ്ങനെ ഒരു മീനിങ് ഉണ്ട് അബൌട്ടിന്. ന്യൂ വേർഡ്സ്. ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ചെറുത്, സ്മോൾ സൈസ്. ആൻഡ്. ആൻഡിന് എല്ലാവർക്കും അറിയാം അല്ലേ? ഉറുമ്പ്. ഷെയ്ഡ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണലാണ്. മരത്തിന്റെ അടിയിൽ വെയിലില്ലാതെ തണലുണ്ടായിരിക്കുന്നതിനെയാണ് നമ്മൾ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഡിയർ. നമുക്ക് സ്നേഹമുള്ള ആളെയൊക്കെയാണ് നമ്മൾ ഡിയർ, സ്നേഹത്തോടെ ഒരാളെ വിളിക്കുന്നതാണ് ഡിയർ. ഗ്രാസ് പുല്ല്. വിൻഡ് കാറ്റ്. റിമെമ്പേർഡ്. റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു. ഹൗ ഡിഡ് ദ ഫ്ലൈ ഫൈൻഡ് ഹിസ് നെയിം? ഫ്ലൈ എങ്ങനെയാ ഫൈനലി അതിന്റെ പേര് കണ്ടുപിടിച്ചത്? The fly found his name by asking different animals and plants. പല ആനിമൽസിനോടും പ്ലാന്റ്സിനോടും ഒക്കെ ചോദിച്ചു. And he remembered it when he saw leaf flying in the wind. എന്നിട്ട് അവസാനം ഒരു ലീഫ് വിൻഡിൽ ഫ്ലൈ ചെയ്യുന്നത് കണ്ടപ്പോ അവൻ സ്വയം ഓർത്തു അവന്റെ പേര് ഫ്ലൈ എന്നാണെന്ന്. അല്ലേ? If you forgot your name, whom would you ask? നിങ്ങളുടെ പേരാണ് നിങ്ങൾ മറന്നുപോയതെങ്കിൽ നിങ്ങൾ ആരോടാ ചോദിക്കുക? If I forgot my name, I would ask my family or friends. നിങ്ങളോ? അത് ഇവിടെ ആൻസർ ആയിട്ട് എഴുതണം. Okay? Your teacher will take you to the school garden, ground or classroom. Sit down under a tree. Close your eyes. Sit quietly and listen. What do you hear? Can you recognize the sounds? Discuss with your teacher and your classmates. അപ്പോൾ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയിട്ട് ക്ലാസ്സിലോ എവിടെയെങ്കിലും ഗാർഡനിലോ മരത്തിൻ്റെ അടിയിൽ ഇരുന്നിട്ട് കണ്ണടച്ച് സൈലൻ്റ് ആയിട്ട് ചുറ്റുപാടും എന്താ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഓരോ സൗണ്ടും കേട്ടിട്ട് അതിനെ റെക്കഗ്നൈസ് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ സൗണ്ട് കേട്ടു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. Can you make the following sounds? Caw like a crow. Crow എങ്ങനെയാ? Caw, caw. Chirp like a sparrow. പറ്റോ? Roar like a lion. Meow like a cat. Buzz like a bee. Quack like a duck. ഇത് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. എന്നിട്ട് ക്ലാസ്സിൽ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അവരുടെ കൂടെ എനിക്ക് ഈ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം, എനിക്ക് ഈ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം എന്ന് പറഞ്ഞ് ഓരോ സൗണ്ടും ഉണ്ടാക്കി കാണിക്കണം. അപ്പൊ അവർക്ക് അറിയുന്നത് അവരും ചെയ്യും. Answer the following questions. Who forgot his name? The little fly forgot his name. അല്ലേ? What is your name? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങളുടെ പേരെന്താ? My name is Rishi. നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം. When the fly forgot his name, who all did the fly ask? Fly പേര് മറന്നുപോയപ്പോ അത് ആരുടെയൊക്കെ അടുത്ത് പോയിട്ടാ ചോദിച്ചത്? The fly asked an ant, a tree, a cow, grass and leaves. അല്ലേ? Complete the following sentences with suitable words from the help box. Help boxൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഫിൽ ചെയ്യാം. The ant said, I don't know. You may ask. Tree I climb. The tree said, I don't know. You may ask. Tree ആരെടുത്ത് ചോദിക്കാനാ പറഞ്ഞത്? Cow sleeping in my shade. The cow said, I don't know. You may ask the grass I eat. The grass said, I don't know. You may ask.
leaf fallen on me. Seeing the leaf fly, the fly remembered his name. This is a story. Can you see the picture of a leaf in the story? ഇവിടെ സ്റ്റോറിയിൽ കുറേ സ്ഥലത്ത് ലീഫിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. Say the words give me when you see the leaf to complete the story. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ലീഫിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലീഫിന്റെ ചിത്രം നിങ്ങൾ എപ്പോ കാണുന്നു അപ്പോഴൊക്കെ നിങ്ങൾ give me എന്ന് പറയണം. അത് കൂടാതെ now write the words give me next to the leaf. ഇവിടെ ഒരു ബ്ലാങ്ക്സ് കൊടുത്ത സ്ഥലത്തൊക്കെ ലീഫിന്റെ ചിത്രവും നിങ്ങൾ ആഡ് ചെയ്യണം. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? Please give me some milk. What will you give me? Asked the cow. Will you give me grass? പൂച്ച ചോദിച്ചു കൗവിന്റെ അടുത്ത് എനിക്ക് കുറച്ച് പാല് തരാമോ? അപ്പോ കൗ എന്താ ചോദിച്ചത്? നീ എനിക്ക് അതിന് പകരം എന്താ തരാ? നീ എനിക്ക് ഗ്രാസ് തരുമോ? I have no grass, said the cat. അപ്പൊ കാറ്റ് എന്താ പറയുന്നത്? എൻ്റെ അടുത്ത് ഗ്രാസ് ഇല്ല. Will you give me water? എന്നാ നീ എനിക്ക് വെള്ളം തരാമോ? Asked the cow. I have no water, said the cat. അപ്പൊ കാറ്റ് പറയാ എൻ്റെ അടുത്ത് വെള്ളമില്ല. But I will say thank you if you give me milk. എൻ്റെ അടുത്ത് വെള്ളമൊന്നുമില്ല, പക്ഷെ നീ എനിക്ക് മിൽക്ക് തന്നാ ഞാൻ നിന്നോട് thank you, നന്ദി എന്ന് പറയും. Good, said the cow. Then I will give you milk. Okay, ശരി. അപ്പൊ നീ എന്നോട് thank you പറഞ്ഞാൽ മതി, ഞാൻ നിനക്ക് മിൽക്ക് തരാന്ന് കൗ ലാസ്റ്റ് പറഞ്ഞു. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുവോ? ഈ ബ്ലാങ്ക്സിൽ ഇവിടെ നോക്കാതെ ബുക്കിൽ സ്വന്തമായിട്ട് ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ? Project work. What is the meaning of your name? Can you find out? Tell it to the class. ഇതൊരു പ്രൊജക്ട് വർക്ക് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിനും ഓരോരോ മീനിങ് ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങളുടെ പേരിന്റെ മീനിങ് എന്താന്ന് കണ്ടുപിടിച്ച് ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. Let's speak. Look at the picture. Read the word below each picture. BL, blur. PL, plur. BL നെ വായിക്കുക blur, PL നെ വായിക്കുക plur. BL, blue. Black, blanket. PL, plum, plate, plant. Write the sentences using the word given above. One has been done for you. ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ടല്ലേ? ഈ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സെന്റൻസസ് ഉണ്ടാക്കണം. ഒരു സെന്റൻസ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. Rohit has a blue blanket. BLന്റെ അടിയിൽ അവര് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. ഓക്കെ? ഇതേപോലെ വേറെ സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ വേർഡ്സ് ഏതൊക്കെയായിരുന്നു എന്ന് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്. The black plate is on the table. Black plate is on the table. ഇതൊരു കോമ്പിനേഷൻ ആണ് BL ഉം PL ഉം. The plum plant has many fruits. ഈ പ്രാവശ്യം PL ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? Plum plant. ഇതേപോലെ നിങ്ങൾക്ക് വേറെ സെന്റൻസസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് സെന്റൻസസ് ഉണ്ടാക്കാം. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.